ിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പുളിനീരാണ്. പുളിനീരെന്ന് വെച്ചാൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾക്കിപ്പം മീൻകറിക്കകത്തൊക്കെ ഇടുമ്പോൾ കുടംപുളി ആയിരിക്കും സാധാരണയായിട്ട് നമ്മൾ എടുക്കുക ഉണങ്ങിയിട്ട്. അപ്പം നമ്മൾക്ക് ഇപ്പം കുടംപുളി ഇപ്പോൾ ഉണങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നാലും നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമില്ലാത്തവരാണേലും അതെടുത്ത് കളയേണ്ട വരുമല്ലോ. പുളി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ മീനിൻ്റെ അകത്തിട്ട് കഴിയുമ്പോൾ എടുത്ത് കളയണം. പക്ഷേ ഈ നീരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്ത് കളയണ്ട. 1 കിലോ മീനിനൊക്കെ ഇതൊരു സ്പൂൺ ഒഴിച്ചാൽ നല്ല പുളി കിട്ടും. നമുക്ക് നല്ലൊരു പുളി കിട്ടും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് തന്നെ നമുക്ക് പുളി എങ്ങനെയാണ് പൊളന്ന്, നമ്മളിപ്പോൾ കുരു വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ പുളി പൊളന്നിട്ട് കുരു വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുപോലത്തെ ഒരു പുളി എടുക്കാം. പുളി എടുത്തിട്ട് നമുക്കിങ്ങനെ നടുവേ വെച്ചിട്ട് കീറാം. ഇങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ ഉണങ്ങാൻ എടുക്കുന്നത്. അപ്പം നമ്മളിത് തൊലി ഉണങ്ങാനും എടുക്കും, കുരു നീരിനും വേണ്ടിയിട്ട് എടുക്കും. പിന്നെ ഇവിടെ ഒരു സംഭവം കാണും, ആ സാധനത്തെ പിടിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇവിടുത്തെ ഇങ്ങനെ പൊളിഞ്ഞു പോരും. പിന്നെ ബാക്കി എടുത്തിട്ട് വേറെ ഒരു പ്ലേറ്റിൽ നമുക്ക് കുരുവാണ് മെയിനായിട്ട് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ കുരു തന്നെ മാറ്റുക. ഈ നാരൊക്കെ എടുത്ത് കളയണം കേട്ടോ. നാര് ഈ ടോപ്പിലത്തെ ഈ സംഭവം എടുത്ത് കളയണം. എന്നിട്ട് നമുക്കതിനെ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇതും അങ്ങനെ തന്നെ നിങ്ങൾ നോക്കി വേണം ചെയ്യാൻ. ഈ സംഭവം കുറച്ചെങ്കിലും വേണം, എന്നാലേ അതിൻ്റെ നാര് ഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞ് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഉള്ളതെല്ലാം നമ്മളൊന്ന് ക്ലിയർ ചെയ്തെടുക്കുവാണ്. നമ്മളിപ്പോൾ കുറച്ച് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കുരു ഒന്ന് പൊളന്നിട്ട് അതിൻ്റെ പുളി ഒന്ന് പൊളന്നിട്ട് എങ്ങനെ കുരു എടുക്കുന്നതെന്നാണ്. അപ്പം മനസ്സിലായല്ലോ. ഇങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇത് ഒരു തുണിയിലോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ നീര് മൊത്തം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കോട്ടൺ തുണിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളും കോട്ടൺ തുണി തന്നെ എടുക്കുക. നന്നായിട്ട് പെട്ടെന്ന് നീര് നന്നായിട്ട് പൊഴിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ കോട്ടൺ തുണിയിലേക്ക് നമ്മുടെ ഈ കുരു ഇട്ട് കൊടുക്കും. കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുവാണ്. പിഴിഞ്ഞ് നന്നായിട്ട് പിഴിയുക. പിഴിയുമ്പോഴത്തേക്കും ആ പൾപ്പ് മൊത്തം താഴേക്ക് ചാടും. നമുക്ക് പരമാവധി പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന അത്രയും പിഴിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു മൺചട്ടിയാണ് വേണ്ടത്. നല്ല ഒരു മൺചട്ടി. ആ മൺചട്ടിക്കകത്താണ് ബാക്കി പർപ്പസൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു മൺചട്ടിയും കൂടി എടുക്കുക. അപ്പം നമ്മുടെ പുളിനീര് മൊത്തം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പാടാണ് ചാടി വരാൻ. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഏറ്റവും അവസാനം ഈ നൂലൊക്കെ സെപ്പറേറ്റൊക്കെ ആയിട്ടാണ്. നൂല് മീൻസ് ഇതിൻ്റെ അകത്തൊരു നാരൊക്കെ ഉണ്ട്. നാരൊക്കെ നമ്മൾ പിഴിഞ്ഞ് കഴിയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ ഈ പർപ്പസ്. നിങ്ങൾക്ക് പുളിനീര് പിഴിഞ്ഞ് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുമ്പോൾ നമുക്ക് പിഴിയുന്നത് നിർത്താം. ഇനി നമുക്ക് മൺചട്ടിയാണ് വേണ്ടത്. നമ്മൾ ഇനി മൺചട്ടി വെച്ചിട്ട് പുളിനീരൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പുളിവെള്ളം ഇതിൻ്റെ അകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണെങ്കിലും നല്ല തിക്കാണ്. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിനി സ്റ്റൗവിലോട്ട് വെച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മളിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5-10 മിനിറ്റോളം, ഒരു 5 to 10 മിനിറ്റോളം നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കുറേ പിഴിഞ്ഞാലേ കുറേ കിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടെ കുറുകി വരുമ്പോഴാണേലും ഇതിൻ്റെ അളവ് കുറയും. നമ്മൾ നന്നായിട്ടൊരു 5-10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറേ നേരം അങ്ങോട്ട് ഇരുന്ന് ഇളക്കിയാലേ നമുക്ക് നല്ല തിക്കായിട്ടുള്ള സബ്സ്റ്റൻസ് നമുക്ക് കിട്ടുള്ളൂ. അതാണ് പരുവ്. ഇപ്പോൾ ഉള്ള പരുവെന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നാലും കുറച്ച് കുറുകിയാണ് ഇപ്പോഴാണേലും ഇരിക്കുന്നത്, നമ്മൾ ഡയറക്റ്റായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോഴും. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കഴിയുമ്പോഴേ നല്ല കറക്റ്റ് സബ്സ്റ്റൻസ് കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങും. ബ്രൗൺ കളറ് ഒക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പം അതൊന്നും പ്രശ്നമൊന്നുമില്ല. കുറേ നേരം കഴിയുമ്പം നമുക്കിങ്ങനെ ബ്രൗൺ കളറാവും. ഇങ്ങനെ തിളയ്ക്കാനൊക്കെ തുടങ്ങും. കുറച്ച് നേരം തിളയ്ക്കണം. അപ്പോഴേ നന്നായിട്ട് കിട്ടുള്ളൂ. സൈഡിൽ കൂടെ ഒക്കെ തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ വന്ന് കഴിയുമ്പം നമ്മൾ നിർത്താവുള്ളൂ. പിന്നെ നമ്മൾ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയോ
പുറത്ത് വെക്കുവോ, നന്നായി കുറേ നാൾ ഇരിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണ് നല്ലത്. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മൺചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ഫ്ലെയിം കുറച്ചിടാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു തിള വന്ന് തുടങ്ങി, സൈഡിൽ കൂടെ ഒക്കെ തിള വന്ന് തുടങ്ങുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ചിടുമ്പം നമ്മുടെ ഈ പതയൊക്കെ ഇങ്ങനെ വരും. പിന്നെ നമ്മളിത് എടുത്ത് വെച്ച് കുറച്ചൊരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇത് ആറി കഴിയുമ്പം വേണം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അകത്താണേലും ചില്ലി ബൗളിൻ്റെ അകത്താണേലും എവിടെയാണേലും ഒഴിച്ച് വെക്കാവുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചൊരു കുറുകി നല്ല പരുവാക്കിയെടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇതൊന്ന് തണുത്തൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നാലും തിളയ്ക്കുന്നുണ്ട്, ചൂട് കാരണമാണ്. എന്നാലും ഇപ്പോൾ തിള നിൽക്കും. അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മൾ ഇളക്കി കൊടുക്കുക. അതിനാന്ന് വെച്ചാൽ നല്ലൊരു സബ്സ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞാലൊക്കെ ചെയ്താലോ. അതുകൊണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 7 മിനിറ്റോളം ആയിട്ടുണ്ട്. 5 to 10 മിനിറ്റാണ് നമ്മൾ മെയിൻ ടൈം കുറുകി വരുന്ന സമയം. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് 7 മിനിറ്റോളം ആയിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് നല്ല കുറുകി കിട്ടുള്ളൂ. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ടൈമിൽ നമ്മൾ ഇട്ടാൽ നന്നായിട്ട് നമുക്ക് തിളച്ച് കിട്ടും. ഇത് പുക ആവിയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നല്ല ക്ലിയർ അല്ല. നമുക്ക് നന്നായിട്ട് തിളച്ച് കിട്ടും, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ. സ്റ്റോപ്പ് ചെയ്യാതെ ഇളക്കൊന്നും വേണ്ട. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഇളക്കി എടുത്താൽ മതി. നമുക്കങ്ങനെ കുറേ നേരം ഒരു 5-10 മിനിറ്റ് 15 മിനിറ്റോളം ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയം വരെ നമ്മളൊന്ന് കുറച്ച് നേരം ഇളക്കാതെ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പം ഫ്രിഡ്ജിലാണെങ്കിലും വെക്കുമ്പോൾ നന്നായിട്ട് എയർ കയറാതെ രീതിയിൽ വേണം വെക്കാൻ. പിന്നെ നമുക്കിപ്പോൾ 1 കിലോയ്ക്കൊക്കെ 1 സ്പൂണോളം ഈ പുളിവെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തീ ഒന്നും കൂടെ കൂട്ടിയിടണം. നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് കുറച്ച് നേരം കൂടെ തിളച്ച് വരുമ്പം കുറുകുമല്ലോ. അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ സ്റ്റോപ്പ് ചെയ്താണ് ഇളക്കുന്നത്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ഇളക്കിയാൽ മതി.